ഫണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് LDC 2003 മലപ്പുറം ജില്ലയിൽ ചോദിച്ച ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പല്ലവ രാജാക്കന്മാരുടെ രാജധാനി ഏത്? മധുര, തഞ്ചാവൂർ, കാഞ്ചീപുരം ഇവയൊന്നുമല്ല. ഇതിലേതാണ് പല്ലവ രാജാക്കന്മാരുടെ രാജധാനി? ഏതായിരുന്നു? കാഞ്ചീപുരമായിരുന്നു പല്ലവ രാജാക്കന്മാരുടെ രാജധാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എല്ലോറയിൽ, നാസിക്കിൽ, അമരാവതിയിൽ, മധുരയിൽ. ഇതിലെ എല്ലോറയിലാണ് കൈലാസനാഥ ക്ഷേത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? രാജാജി, സർദാർ പട്ടേൽ, കാമരാജ്, BD ജെട്ടി. ഇതിൽ സർദാർ പട്ടേലാണ് ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആയിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലായിരുന്നു? 17-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൽ ഇവയൊന്നുമല്ല. ഇതിലെ 17-ാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ നിർമ്മിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ, രാജാജി, കാനിങ്, ബെൻഡിക്. ഇതിൽ മൗണ്ട് ബാറ്റൻ ആയിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ജലത്തിനടിയിൽ ശബ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഹൈഡ്രോമീറ്റർ, ഹൈഗ്രോമീറ്റർ, ഹൈഗ്രോസ്കോപ്പ്, ഹൈഡ്രോഫോൺ. ഇതിൽ ഹൈഡ്രോഫോൺ ആണ് ജലത്തിനടിയിലുള്ള ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമേത്? ഓസ്റ്റിയോളജി, ഓഡോണ്ടോളജി, ബോൺ സയൻസ്, ഓപ്റ്റിക്സ്. ഇതിൽ ഓസ്റ്റിയോളജിയാണ് എല്ലുകളെ കുറിച്ചുള്ള പഠനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെങ്കിപ്പനിക്ക് കാരണമായത് ഏത്? പേൻ, ക്യൂലക്സ്, കൊതുകുകൾ, ചെള്ള്, പാറ്റകൾ. ഇതിലൊന്നുമല്ല, അത് ഫീമെയിൽ എയ്ഡീസ് ഈജിപ്ഷ്യസ് എന്ന് പറയുന്ന ഒരു അതാണ് ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ളത്. ഇതിലൊന്നും ഇതിൻ്റെ ആൻസർ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിൽ കൂടി പകരാത്ത രോഗമേത്? സാഴ്സ്, ആന്ത്രാക്സ്, ജലദോഷം ഇവയൊന്നുമല്ല. ഇതിൽ സാഴ്സും ആന്ത്രാക്സും ജലദോഷവും ഒക്കെ വായിൽ കൂടി പകരുന്നതാണ്. അപ്പോൾ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പള്ളിവാസൽ പ്രൊജക്റ്റ് ഏത് നദിയിലാകുന്നു? പെരിയാർ, ചാലക്കുടിപ്പുഴ, മുതിരമ്പുഴ, പമ്പ. ഇതിൽ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പ്രൊജക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം എത്ര? 15 സെക്കൻഡ്, 8 സെക്കൻഡ്, 8 മിനിറ്റ്, 80 മിനിറ്റ്, 8 മിനിറ്റ്. ഇതിൽ ഏതാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം? ഇതിൽ 8 മിനിറ്റ് ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടി എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക പുകയില വിരുദ്ധ ദിനം എന്ന്? മെയ് 28, മെയ് 30, മെയ് 31, ജൂൺ 1. ഇതിൽ ലോക പുകയില വിരുദ്ധ ദിനം അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മെയ് 31 ആൻസർ. കേരളത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഗ്രാമീണ മേഖലയിൽ എത്ര സ്ക്വയർ കിലോമീറ്റർ സേവനം ലഭ്യമാക്കുന്നു? 40, 41, 42, 43. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? 40 ആണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ PHC ഗ്രാമീണ മേഖലയിൽ എത്ര സ്ക്വയർ കിലോമീറ്റർ സേവനം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ 40 ആണ്. പ്ലൂട്ടോ സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം 160 വർഷങ്ങൾ, 246 വർഷങ്ങൾ, 248 വർഷങ്ങൾ, 260 വർഷങ്ങൾ. 248 വർഷങ്ങളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ജലസേചന പദ്ധതി അല്ലാത്തത് ഏത്? മലമ്പുഴ, പീച്ചി, നെയ്യാർ, ഷോളയാർ. ഇതിൽ ഷോളയാറാണ് ജലസേചന പദ്ധതി അല്ലാത്തത്. കൃഷ്ണദേവരായൻ്റെ ഭരണകാലം ഏത്?
1509 to 1530, 1510 to 1532, 1510 to 1534, 1511 to 1534. ഇതിൽ കൃഷ്ണദേവരായരുടെ ഭരണകാലമാണ് ചോദിച്ചിരിക്കുന്നത്. 1509 തൊട്ട് 1530 വരെയാണ് ഭരണകാലമായിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ 1526 ബാബർ ആരെ തോൽപ്പിച്ചു? ഗോറിയെ, ലോധിയെ, ഗസ്നിയെ, രജപുത്രരെ. ഇതിൽ ആരെയാണ് തോൽപ്പിച്ചത്? ലോധിയെയാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ തോൽപ്പിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ വർഷമേത്? AD 1592, 1595, 1600, 1602. ഇതിലേതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ AD 1600 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്സിലെ ബ്രിട്ടീഷ് അംബാസഡർ ആരായിരുന്നു? വില്യം ഹാക്കിൻസ്, തോമസ് റോ, തോമസ് മൺട്രോ, ഇവരാരുമല്ല. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? തോമസ് റോ ആണ് ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്സിലെ ബ്രിട്ടീഷ് അംബാസിഡർ. ഹർഷവർദ്ധന്റെ തലസ്ഥാന നഗരം ഏത്? മധുര, പാടലിപുത്രം, ഇന്ദ്രപ്രസ്ഥം, കനൗജ്. ഇതിൽ കനൗജ് ആണ് ഹർഷവർദ്ധന്റെ തലസ്ഥാനമായ നഗരമായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കൗണ്ടഡ് എന്ന വിവാദ പുസ്തകം രചിച്ച സാമ്പത്തിക ശാസ്ത്ര നോബൽ ജേതാവ് ആര്? AK സൈൻ, ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ്, AK ദാസ് ഗുപ്ത, ജോർജ് എക്കലോഫ്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ബി ഓപ്ഷനാണ് കറക്റ്റ്, ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് എന്നുള്ളതാണ്. ലോറസ് അക്കാദമിയുടെ 2002 ഏറ്റവും മികച്ച പുരുഷ കായിക താരത്തിനുള്ള അവാർഡ് നേടിയ ലാൻഡ് ആംസ്ട്രോങ്ങിന്റെ മത്സര ഇനം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ സൈക്ലിംഗ് എന്നുള്ളതാണ് ആൻസർ ആയിരുന്നത്. പക്ഷെ അത് അന്ന് കറണ്ട് അഫെയർസിൽ ചോദിച്ചതാണ്. നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് അഫെയർസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്കായുള്ള ചരിത്ര പ്രധാനമായ ഉച്ചകോടി നടന്ന അഖാബ ഏതു രാജ്യത്തിലാകുന്നു? ഏത് രാജ്യത്തിലാണ്? ഇസ്രായേൽ ആണോ, ജോർദാൻ, സിറിയ, ഈജിപ്ത്? ഇതിൽ ജോർദാൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്കൊല്ല JC ഡാനിയൽ പുരസ്കാരം അത് ഇപ്രാവശ്യത്തെ നോക്കി വെക്കണം. 2003 കിട്ടിയിരുന്നത് KJ യേശുദാസനാണ് 2003 കിട്ടിയിരുന്നത്. വിശ്വസുന്ദരി പട്ടും ഇപ്പോഴത്തെ നമ്മൾ നോക്കി വെക്കണം. 2003 കിട്ടിയിരുന്നത് ആർക്കായിരുന്നു? ഡൊമിനിക് ആൻഡ് റിപ്പബ്ലിക്കിനായിരുന്നു. ലോകബാങ്കിന്റെ സഹോദര സ്ഥാപനം അല്ലാത്തത് ഏത്? ഇതിൽ UNCTAD ആണ് ലോകബാങ്കിന്റെ സഹോദര സ്ഥാപനം അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറൻസിയുടെ ഡീവാലുവേഷൻ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? കയറ്റുമതിക്കാർക്കാണോ, ഇറക്കുമതിക്കാർക്കാണോ, വൻകിട കച്ചവടക്കാർക്കാണോ, സാധാരണ ജനങ്ങൾക്കാണോ? ഇതിൽ കയറ്റുമതിക്കാർക്കാണ് കറൻസിയുടെ ഡീവാലുവേഷൻ ഗുണം ലഭിക്കുന്നത്. പ്രസിദ്ധ നോവലിസ്റ്റ് വിലാസിനിയുടേതല്ലാത്ത കൃതി? ഊഞ്ഞാല്, അവകാശികൾ, നിറമുള്ള നിഴലുകൾ, അയൽക്കാർ. ഇതിൽ അല്ലാത്തത് എന്ന് പറയുമ്പോൾ അയൽക്കാറാണ്. SEEUY പദ്ധതി എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? അഭ്യസ്ത വിദ്യർക്ക് സ്വയം തൊഴിൽ, ഗ്രാമീണ കർഷകരുടെ കടബാധ്യത, കുടിവെള്ളം, പാർപ്പിടം. ഇതിൽ അഭ്യസ്ത വിദ്യർക്ക് സ്വയം തൊഴിൽ എന്നുള്ളതാണ് ഇത് സംബന്ധിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1921, 22, 23, 24. ഇതിൽ വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആര്? മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ബിൻ തുഗ്ലക്, മുഹമ്മദ് ഗോറി, ഇവരാരുമല്ല. ഇതിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയ വർഷമേത്? 1927, 28, 29, 30. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് 1930-ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശിവജിക്ക് ഛത്രപതി സ്ഥാനം കിട്ടിയത് എന്ന്? 1671, 1771, 1774, 1674. ഇതിലേതാണ്? 1674-ആണ് ശിവജിക്ക് ഛത്രപതി സ്ഥാനം കിട്ടിയത്. സിഖുകാരുടെ വിശുദ്ധ നഗരം അമൃത്സർ സ്ഥാപിച്ചത് ആര്? ഗുരു നാനക്, ഗുരു ഗോവിന്ദ് സിംഗ്, ഗുരു രാംദാസ്, ഗുരു ഹർഗോവിന്ദ്. ഇതിൽ ഗുരു രാംദാസ് ആണ് വിശുദ്ധ നഗരം അമൃത്സർ സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധീര വിപ്ലവകാരി ഷഹീദ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ദിവസം? 1931 മാർച്ച് 23, 1931 മാർച്ച് 24, 1931 മെയ് 23, 1931 മെയ് 24. ഇതിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം 31 തന്നെയാണ്, പക്ഷെ മാർച്ചിൽ ആണോ മെയ്യിലാണോ എന്നൊരു സംശയം വരും. പക്ഷെ അത് മാർച്ചാണ്. മാർച്ച് 23 ആണ് ഷഹീദ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. പ്രധാനം അതിൻ്റെ ചോദനത്തെ സൃഷ്ടിക്കുന്നു എന്ന കമ്പോള നിയമം ഉണ്ടാക്കിയ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതൻ? മാർഷൽ സാമുവൽസൺ, JBC കെയ്ൻസ്. ഇതിൽ JBC ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CZR എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആദിവാസി ഭൂമി സംരക്ഷണം, ക്ഷീരവികസനം, സിമന്റ് നിർമ്മാണം, തീരദേശ സംരക്ഷണം. ഇതിൽ തീരദേശ സംരക്ഷണമാണ് CZR. ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ വർഷം ഏത്? 1905, 1911, 1918, 1925. ഇതിൽ 1911 ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ് തുടങ്ങിയത്? ഡൽഹി, മീററ്റ്, കൽക്കട്ട, പട്യാല. ഇതിൽ മീററ്റിലാണ് ആദ്യമായി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെയാണ്? മീററ്റിലാണ്. അപ്പോൾ 1857 ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും അതിൽ നിന്നുണ്ടാവും. അപ്പോൾ ആ പാർട്ട് നിങ്ങൾ നന്നായി പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാഴ്സ് രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിനെ ആകുന്നു? ആമാശയം, കരൾ, ശ്വാസകോശം, ചെറുകുടൽ. ഏതിനെയാണ് ബാധിക്കുക? സാഴ്സ് രോഗം ശ്വാസകോശത്തിനെ ബാധിക്കുന്നതാണ് സാഴ്സ്. താഴെ പറയുന്നവയിൽ തോട്ടവിള അല്ലാത്തത് ഏത്? ജോവർ, തേയില, കരിമ്പ്, റബ്ബർ. ഇതിൽ ജോവറാണ് തോട്ടവിള അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകസഭയിലും രാജ്യസഭയിലും അംഗമാകാതെ കേന്ദ്രമന്ത്രിയായി തുടരാൻ അനുവദനീയമായ കാലം എത്രയാകുന്നു? 1 വർഷം, 6 മാസം, 8 മാസം, ഇവയൊന്നുമല്ല. ഇതിൽ 6 മാസമാണ് ഇതിൽ ലോകസഭയിലും രാജ്യസഭയിലും അംഗമാകാതെ കേന്ദ്രമന്ത്രിയായി തുടരാനുള്ള കാലഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലാണ്? 71-ാം ഭേദഗതി, 72-ാം ഭേദഗതി, 73-ാം ഭേദഗതി, 74-ാം ഭേദഗതി. ഇതിൽ 73-ാം ഭേദഗതിയിലാണ് പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത്. ഭക്തി പ്രസ്ഥാനത്തിൽ ഉൾപ്പെടാത്തത് ആര്? ക്വാസി നസ്രുൽ ഇസ്ലാം, രാമാനന്ദ്, കബീർ, രാംദാസ്. ഇതിൽ ക്വാസി നസ്രുൽ ഇസ്ലാം ആണ് ഭക്തി പ്രസ്ഥാനത്തിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയ മഹാൻ ആര്?
ദാദാഭായി നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ലോകമാന്യ തിലക്, ലാലാ ലജ്പത് റായ്. ഇതിൽ ദാദാഭായി നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1951, 1956, 1954, 1955. ഇതിൽ 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നത്. ഇന്ത്യക്ക് വേണ്ടി PT ഉഷ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിൽ ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടിയ വർഷം 1985, 1986, 1987, 1982. ഇതിൽ 1982 കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനത്തിൻ്റെ മൊത്തം വിസ്തീർണം 38,683 ചതുരശ്ര കിലോമീറ്റർ, 38,863 ചതുരശ്ര കിലോമീറ്റർ, 38,386 ചതുരശ്ര കിലോമീറ്റർ, 33,863 ചതുരശ്ര കിലോമീറ്റർ. ഇതിൽ 38,863 ബി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എത്ര? 800 മീറ്റർ, 850 മീറ്റർ, 900 മീറ്റർ, 950 മീറ്റർ. ഇതിൽ 900 മീറ്ററാണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം കേരളത്തിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.